മന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ച മൃഗസംരക്ഷണ വകുപ്പ്. സർക്കാരിന് ₹1 പോലും ചെലവില്ലാതെ ക്ഷീരകർഷകർക്ക് നേട്ടമുണ്ടാക്കുന്ന ആവശ്യം പരിഗണിക്കാൻ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടും നിഷേധാത്മക നിലപാടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വീകരിച്ചതെന്ന് ആക്ഷേപം. ഇന്ത്യൻ മിലിറ്ററി ക്യാമ്പിലെ 23,600 പശുക്കളെ വിൽക്കുന്നുവെന്ന അറിയിപ്പ് 2018 ഓഗസ്റ്റ് മാസത്തിലാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത്. ഇന്ത്യൻ മിലിറ്ററിയുടെ കീഴിലുള്ള 39 ഫാമുകളിലെ പശുക്കളെയാണ് വിൽക്കാൻ തീരുമാനിച്ചത്. ശരാശരി ₹1,32,000 വരെ വിലയുള്ള പശുക്കളെ വെറും ₹1,000 വിൽക്കാൻ തീരുമാനിച്ചത്. ശരാശരി 15 മുതൽ 25 ലിറ്റർ വരെ പാൽ ലഭിക്കുന്ന ഫ്രീഷ്വാൾ ഇനത്തിലുള്ള കറവ പശുക്കളെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തിനും ലഭ്യമാകുമായിരുന്നു. ഇതിനായി മിലിറ്ററി മുന്നോട്ടുവെച്ച പ്രധാന നിർദ്ദേശം സർക്കാരിന്റെ ഔദ്യോഗിക കത്ത് വേണമെന്നായിരുന്നു. ₹1,000 ലഭിക്കുന്ന പശുവിന് സംസ്ഥാനത്ത് എത്തിച്ചു നൽകുമ്പോൾ പരമാവധി ₹20,000 വില വരുമായിരുന്നുള്ളൂ. മിലിറ്ററി ഫാമിൽ നിന്ന് പശുക്കളെ വിൽക്കുന്നതറിഞ്ഞ് 2018 ഡിസംബർ 30 വകുപ്പ് മന്ത്രി കെ രാജുവിന് സമഗ്ര ക്ഷീര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് CN ദിൽകുമാർ, സെക്രട്ടറി TR വിജയരാഘവൻ, ട്രഷറർ KV രാജു എന്നിവർ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. മന്ത്രിക്ക് അങ്ങനെ ഒരു ഓർഡർ തരാൻ അധികാരമില്ല എന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് മന്ത്രി വീണ്ടും ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ് വേറൊരു ഓർഡർ അതിൻ്റെ പുറത്ത് എഴുതി തന്നു. ഞങ്ങൾ പലതവണ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു, മന്ത്രി സുനിൽകുമാറിനെ കണ്ടിരുന്നു. ഇവരൊക്കെ ഞങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട് പോലും പ്രിൻസിപ്പൽ സെക്രട്ടറി ഞങ്ങൾക്ക് ഒരുവിധ സഹായവും ചെയ്തു തന്നില്ല എന്ന് മാത്രമല്ല ഇന്ന് വരെ ഞങ്ങൾക്ക് ആ ഓർഡർ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി പത്രം നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ കുറിപ്പെഴുതി വകുപ്പ് അധികാരികൾക്ക് മന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിയുടെ ഉറപ്പ് വിശ്വസിച്ച കർഷക സംഘം പശുക്കളെ കൊണ്ടുവരാനുള്ള തുടർ നടപടികളുമായി മുന്നോട്ടുപോയി. പിന്നീട് മന്ത്രിയുടെ കുറിപ്പിൽ എന്തു നടപടിയായെന്ന് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കണ്ട ജനുവരി 16 അന്വേഷിച്ചെങ്കിലും നിഷേധാത്മക മറുപടിയാണ് ലഭിച്ചതെന്ന് സംഘം ഭാരവാഹികൾ ആരോപിക്കുന്നു. പൂനെയിലെ പിബ്രി പശുഫാമിൽ നിന്ന് പശുക്കളെ കൊണ്ടുവരാൻ എല്ലാ സജ്ജീകരണങ്ങളും സമഗ്ര ക്ഷീര കർഷക സംഘം ഒരുക്കിയിരുന്നു. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാല 100 പശുക്കളെ കൊണ്ടുവരാൻ ₹1,00,000 നൽകിയെങ്കിലും കത്ത് ലഭിക്കാത്തതിനാൽ സാധിച്ചില്ല. ഇതര സംസ്ഥാനങ്ങൾ അവർക്കാവശ്യമുള്ള പശുക്കളെ വാങ്ങിക്കഴിഞ്ഞു. ആദ്യമായി മഹാരാഷ്ട്ര സർക്കാരാണ് 3,200 പശുക്കളെ വാങ്ങിയത്. ഗോവ, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് സർക്കാരുകളും ആവശ്യമായ പശുക്കളെ വാങ്ങി. ഇനി അവശേഷിക്കുന്നത് ജമ്മു ക്യാമ്പിലെ ഏതാനും പശുക്കൾ മാത്രമാണെന്ന് കർഷക സംഘം നേതാക്കൾ വ്യക്തമാക്കുന്നു. പാലുൽപാദനത്തിൽ പ്രളയം വരുത്തിയ കുറവ് ഒരു പരിധിവരെ കുറയ്ക്കാൻ സർക്കാരിന് ലഭിച്ച അവസരം തട്ടിത്തെറിപ്പിച്ചുവെന്നാണ് ആക്ഷേപമുള്ളത്. എന്നാൽ ഇത്രയും പശുക്കളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സർക്കാരിന് സാഹചര്യമില്ലെന്നും സ്വകാര്യ സംഘടനയ്ക്ക് അനുമതി നൽകാൻ തടസ്സമുണ്ടെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. TCV മാള.